ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഇയർ ഗൈഡ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയാണ്. നിങ്ങൾക്ക് ഏറെ ഫെമിലിയർ ആയിട്ടുള്ള നമ്മളുടെ മാനേജർ ഖാദി എക്സാം 093/2022 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയാണ് നമ്മൾ പോകുന്നത്, നമ്മുടെ ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ ഒക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മളുടെ എത്ര ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്താലും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. കാരണം സെയിം സിലബസിലുള്ള ക്വസ്റ്റ്യൻസാണ്. ഏകദേശം നമുക്ക് ഇതിൻ്റെ ഓരോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും അതിൻ്റെ ഫൈനൽ ആൻസർ കീയുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രൊവിഷണൽ ആൻസർ കീ അല്ല, ഫൈനൽ ആൻസർ കീ ആണ്. അപ്പം ഫൈനൽ ആൻസർ കീ എന്ന് പറയുന്നത് ഒഫീഷ്യലാണ് PSCയുടെ. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: an item is valued at the exchange price at the date of acquisition and shown in the financial statement at that value. ഓക്കെ, നിങ്ങൾക്കറിയാം അത് ഏതാണ്? കോസ്റ്റ് കോൺസെപ്റ്റ് ആണല്ലേ. ഏതൊരു അസറ്റിനെയും അതിൻ്റെ എക്സ്ചേഞ്ച് പ്രൈസിൽ, അല്ലെങ്കിൽ അതിനെ നമുക്ക് പർച്ചേസ് പ്രൈസ് എന്ന് പറയാം, അതിൽ ഡിസ്ക്ലോസ് ചെയ്യുന്നത് കോസ്റ്റ് കോൺസെപ്റ്റ് ആണ്. സെക്കൻഡ് വൺ: when a sole trader decided to use same bank account for his business as well as personal affairs, dash accounting principle is violated. ഒരു സോൾ ട്രേഡർ സെയിം ബാങ്ക് അക്കൗണ്ട് രണ്ടിനും, ബിസിനസ്സിനും പേഴ്സണലിനും അല്ലേ. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ അറിയാം. ഏത് പ്രിൻസിപ്പിളാണ്? അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റാണ് അവിടെ വയലേറ്റ് ചെയ്യുന്നത്. അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ദെൻ ഡാഷ് ഈസ് ദ ബേസിസ് ഓഫ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ഫോളോഡ് ബൈ ഇന്ത്യൻ കമ്പനീസ്. ഇന്ത്യൻ കമ്പനി ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സിസ്റ്റം ഏതാണ്? അക്രൂവൽ ബേസിസ് ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം. അക്രൂവൽ ബേസിസ് ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റമാണ് ഇന്ത്യൻ കമ്പനീസ് ഫോളോ ചെയ്യുന്ന, അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഫോളോ ചെയ്യുന്ന കോൺസെപ്റ്റ്. ആരെങ്കിലുമൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിലൊക്കെ ജോയിൻ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിലൊക്കെ ജോയിൻ ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകളെക്കുറിച്ചും അതുപോലെ ഈ ഒരു എക്സാമിൻ്റെ കുറേ നോട്ടുകളൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക കേട്ടോ. ഗിവൺ ഓപ്പണിംഗ് സ്റ്റോക്ക്, യുവർ ഗൈഡൻ തന്നെയാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പേര്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് 17,600 രൂപ തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് 10,560. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1,83,040. വാട്ട് വിൽ ബി ദ പർച്ചേസ് എമൗണ്ട്? നമുക്കറിയാം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ്. അങ്ങനെ ആകുമ്പോൾ പർച്ചേസ് എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കുക, ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് 4 1,76,000 രൂപയാണ്. ഓക്കെ, പ്രോബ്ലം ചെയ്ത് നോക്കുക. ഞാൻ ഇക്വേഷൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ഇക്വേഷൻ കൂടെ പറയണമെന്ന് ചിലരൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇക്വേഷൻ കൂടി പറഞ്ഞത്. ആസ് പെർ ഡാഷ് കോൺസെപ്റ്റ്, ക്യാപിറ്റൽ ഈസ് ഷോൺ ഇൻ ദ ലൈബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിൽ കാണിക്കുന്നത് ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ്? അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഇപ്പോൾ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ നിന്ന് തന്നെ 2 ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ എന്തൊക്കെ ആപ്ലിക്കേഷനാണ്? ക്യാപിറ്റൽ ഈസ് ഷോൺ ആസ് ലൈബിലിറ്റി സൈഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ്, അതുപോലെ പേഴ്സണൽ ട്രാൻസാക്ഷന് വേണ്ടിയും അതുപോലെ ബിസിനസ് ട്രാൻസാക്ഷന് വേണ്ടിയും ഒരു ബാങ്ക് അക്കൗണ്ട് കീപ്പ് ചെയ്യുമ്പോൾ നമ്മളത് ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ വയലേറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോവിങ് കണ്ടീഷൻ ഈസ് നോട്ട് ട്രൂ ഇൻ കേസ് ഓഫ് റെമ്യൂണറേഷൻ പേയബിൾ ടു പാർട്ട്ണർ ഈസ് അലൗഡ് ആസ് എ ഡിഡക്ഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം അണ്ടർ ഇൻകം ടാക്സ് ആക്ട് 1961? ഏത് കണ്ടീഷനിലാണ് ഡിസലോ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. റെമ്യൂണറേഷൻ ക്യാൻ ബി പെയ്ഡ് ടു ഓൾ പാർട്ട്നേഴ്സ്. എല്ലാ പാർട്ട്നേഴ്സിനും റെമ്യൂണറേഷൻ പേ ചെയ്യുന്നത് അലൗബിൾ അല്ല. ആക്റ്റീവ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷനാണ് നമുക്ക് ടാക്സിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ട്രൂ വിത്ത് റെസ്പെക്ട് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് പാർട്ട്ണർ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് പാർട്ട്ണർ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് പാർട്ട്ണർ എന്താ ചെയ്യുന്നത്? എയ്തർ എ ഓർ ബി. കറണ്ട് അക്കൗണ്ട് ആണോ ക്യാപിറ്റൽ അക്കൗണ്ട് ആണോ എന്നുള്ളത് നോക്കിയിട്ട്, കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും.
ക്യാപിറ്റൽ അക്കൗണ്ട് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മളത് ക്രെഡിറ്റ് ചെയ്യും. സോ എയ്തർ എ ഓർ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് അക്വയർ ഷെയർ ഓഫ് ഔട്ട് ഗോയിങ് പാർട്ട്ണർ ഇൻ ഏതാണ്? ഗെയിനിങ് റേഷ്യോ. റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ഗെയിനിങ് റേഷ്യോ ആണ് വരുന്നത്. അഡ്മിഷൻ്റെ സമയത്ത് സാക്രിഫൈസിങ് റേഷ്യോ ആണ് വരുന്നത്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ട്രൂ ഇൻ കേസ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം. ഡിസൊല്യൂഷൻ്റെ സമയത്ത് തെറ്റായിട്ടുള്ളത് എന്താണെന്നുള്ളതാണ്. നോക്കുക, ബിസിനസ് കംസ് ടു ആൻ എൻഡ്. ബിസിനസ് കം ടു ആൻ എൻഡ് കറക്റ്റ് ആണല്ലേ. ബുക്സ് ആർ ക്ലോസ്ഡ്. എല്ലാ ബുക്കുകളും ബിസിനസ് പൂട്ടി മടക്കുമ്പോൾ ക്ലോസ് ചെയ്യുമല്ലോ. ദെൻ എൻറ്റയർ ഫെയിം ഇൻക്ലൂഡിങ് റിലേഷൻഷിപ്പ് ഫ്ര ഓൾ പാർട്ട്നർ സീസസ് ടു എക്സിസ്റ്റ്. അതും കറക്റ്റാണ്. പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിന്നു പോകും. റീവാലുവേഷൻ അക്കൗണ്ട് ഈസ് ക്രിയേറ്റഡ്. തെറ്റാണ്. നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് റിയലൈസേഷൻ അക്കൗണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The proceeds from sale of asset along with the contribution of partner at the time of dissolution of firm are first used to pay off external liability. External liability. The firm's cost of capital is equal to the opportunity cost of equity capital in a firm. The firm's cost of capital is equal to opportunity cost of the equity capital in a dash firm. ഏത് ഫേം ആണ്? ഓൾ ഇക്വിറ്റി ഫിനാൻസ്ഡ് ഫേം. ഓൾ ഇക്വിറ്റി ഫിനാൻസ്ഡ് ഫേം. ദെൻ കമ്പനീസ് വിത്ത് ഫോളിംഗ് ഓർ കോൺസ്റ്റൻറ്റ് പ്രോഫിറ്റ് ക്യാൻ. കമ്പനീസ് വിത്ത് ഫോളിംഗ് ഓർ കോൺസ്റ്റൻറ്റ് പ്രോഫിറ്റ് ക്യാൻ അവോയ്ഡ് പേയിങ് ഡിവിഡൻഡ് ഡ്യൂറിങ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ്റെ സമയത്ത് ഡിവിഡൻഡ് പേ ചെയ്യുന്നത് അവർക്ക് കുറയ്ക്കാം. ദെൻ മാക്സിമൈസേഷൻ ഓഫ് ഓണേഴ്സ് വെൽത്ത്. ഷെയർഹോൾഡേഴ്സ് വെൽത്ത് ഈസ് റെപ്രസെൻറ്റഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോവിങ്? കറക്റ്റ് ആൻസർ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ. മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ. ദെൻ ഡാഷ് ഡിവിഡൻഡ് എമൗണ്ട് ടു ക്യാപിറ്റലൈസേഷൻ ഓഫ് ഏണിങ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് എമംഗ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് വിത്തൗട്ട് അഫക്റ്റിംഗ് ക്യാഷ് പൊസിഷൻ ഓഫ് ദ ഫേം. ഇത് നമുക്ക് സ്ക്രിപ്പും അതുപോലെ സ്റ്റോക്ക് ഡിവിഡൻഡ് എന്നൊക്കെ പറയാം. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഡിറ്റർമിനൻ്റ് ഓഫ് ഡിവിഡൻഡ് പോളിസി. ഡിവിഡൻഡ് പോളിസിയുടെ ഡിറ്റർമിനൻസ്. ഈ പറയുന്ന എല്ലാം ഡിവിഡൻഡ് പോളിസിയുടെ ഡിറ്റർമിനൻ്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യനും അതുകൊണ്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ദെൻ അക്കോർഡിംഗ് ടു ഡാഷ് വാട്ടെവർ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫേം result from the payment is dividend will be exactly offset by the decline in the market price of share. ഏത് കോൺസെപ്റ്റ് പ്രകാരമാണ്? അപ്രോച്ചാണ് ഡിവിഡൻഡ് ഇറലവൻസ് തിയറി പറയുന്നത്. വാൾട്ടറും അതുപോലെ ഗോർഡനൊക്കെ ഇറലവൻസ് തിയറിയാണ് പറയുന്നത്. ദെൻ വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ അസംഷൻ ഓഫ് വാൾട്ടേഴ്സ് മോഡൽ. എപ്പോഴും നമ്മളുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറി ആണെങ്കിലും ഡിവിഡൻഡ് ബേസ് ചെയ്തുകൊണ്ടുള്ള തിയറീസ് ആണെങ്കിലും അസംഷൻസ് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദ ഫേം ആർ ഫിനാൻസ്ഡ് യൂസിങ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട്. എക്സ്റ്റേണൽ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യില്ല എന്നുള്ളതാണ് വാൾട്ടർ മോഡലിൽ നമ്മൾ പറയുക. ദെൻ ദ ക്യാഷ് കെപ്റ്റ് അസൈഡ് ബൈ ദ ഇൻവെസ്റ്റർ equips him to exploit an attractive investment opportunity. This motive is known as speculative motive. Speculative motive. Then the dash approach of working capital depends more on short-term fund. Short-term ഫണ്ടിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതാണ്? അഗ്രസീവ് അപ്രോച്ചാണ്. അണ്ടർ ഡാഷ് ടെക്നിക് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ, inventory items are classified based on their annual usage value in monetary term. Correct answer option D ആണ്. ABC analysis. The basic requirement of dash technique is the separation of fixed and variable cost. ഫിക്സഡും വേരിയബിൾ കോസ്റ്റും സെപ്പറേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? മാർജിനൽ കോസ്റ്റിങ്ങിൽ. Dash are those costs that can be specifically and exclusively identified with a particular cost object. Correct answer direct cost. The predetermined or target cost
that are incurred under efficient operating conditions are standard cost. Then dash is equal to difference between standard wage rate per hour and actual wage rate multiplied by actual number of hours worked. Correct answer, wage rate variance. The term dash describes situation where all business functions are involved in the process of continuous development, continuous quality improvement. Correct answer, TQM, total quality management. PV ratio establishes a relationship between contribution and sales. PV ratio establishes a relationship between contribution and sales. Dash is the aggregate amount of revenue available after variable cost to cover all fixed expense and provide profit to the company. Correct answer, contribution margin. Then time lost in normal course of activity is known as normal ideal time. The margin of safety is the difference between actual sales and break-even sales. The combination of indirect material, indirect labor and indirect expense is known as overhead cost. Dash is the father of modern theory of management. Modern theory of management വരുമ്പോൾ ഹെൻറി ഫയോൾ. ഓക്കെ, അതെന്തുകൊണ്ടാണ് വ്യത്യാസം? മോഡേൺ തിയറി ഓഫ് മാനേജ്മെൻറ്റ് ആകുമ്പോൾ ഹെൻറി ഫയോളും, മോഡേൺ മാനേജ്മെൻ്റ് ആകുമ്പോൾ വെറുതെ മോഡേൺ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പീറ്റർ എഫ് ഡ്രക്കറുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഡെവലപ്ഡ് ദ തിയറി ഓഫ് മോട്ടിവേഷൻ ബേസ്ഡ് ഓൺ ദ ഹൈറാർക്കി ഓഫ് നീഡ്. എബ്രഹാം എച്ച് മാസ്ലോ. ദെൻ വിച്ച് എമംഗ് ദ ഫോളോവിങ് ഇസ് നോട്ട് എ ടെക്നിക് ഓഫ് TQM. TQMൻ്റെ ടെക്നിക് അല്ലാത്തത് ക്വാളിറ്റി മെഷർമെൻറ്റ്. ഹൗത്രോൺ എക്സ്പെരിമെൻ്റ് ആർ കണ്ടക്റ്റഡ് ബൈ എൽട്ടൺ മായോ. The concept of MBO was introduced by Peter F. Drucker. Number of subordinate a manager can effectively manage known as span of control. Dash is the oldest form of organization structure. Correct answer, line organization. The dash approach of management treated organization as a closed system. ഓർഗനൈസേഷൻ ഒരു ക്ലോസ്ഡ് സിസ്റ്റമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ക്ലാസിക്കൽ അപ്രോച്ച് ഓഫ് മാനേജ്മെൻറ്റിലാണ്. ഓക്കെ, കോച്ചിങ് ഈസ് എ മെത്തേഡ് ഓഫ് ഓൺ ദ ജോബ് ട്രെയിനിങ്. കോച്ചിങ് എന്ന് പറയുന്ന ഒരു ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡാണ്. ദെൻ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ വിച്ച് സബോർഡിനേറ്റ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ആൻഡ് ത്രൂ വൺ മാനേജർ ഈസ് നോൺ ആസ് ചെയിൻ സ്ട്രക്ചർ. A new product is only an outgrowth of existing product. Depend upon dash approach. Correct answer, evolutionary approach. Firm can have supernormal profit in the long run under monopoly. മോണോപോളിയിലാണ് supernormal profit വരുള്ളൂ. Fixing a higher price in the initial stage is known as market skimming. Predictive analysis, co-joint analysis, client intent survey are the method of demand forecasting. Demand estimation process includes all of the above. The dash measures percentage change in sales for a given percentage change in goods price, all other factors constant. Elasticity. The dash function depicts relationship between physical output of a production process and factors of production. Correct answer, theory of production. When the economy experience rapid growth, low interest rate etc., അവിടെ എന്താ സംഭവിക്കുക? എക്സ്പാൻഷൻ ആണ് സംഭവിക്കുക. Then the demand forecasting is related to
ബിസിനസ് കണ്ടീഷൻ പ്രിവെയിലിംഗ് ഇൻ ദ ഇക്കണോമി ആസ് എ ഹോൾ. ബിസിനസ് കണ്ടീഷൻ പ്രിവെയിലിംഗ് ഇൻ ദ ഇക്കണോമി ആസ് എ ഹോൾ എന്ന് പറയുമ്പോൾ മാക്രോ ലെവലാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് മേ വേരി, മേ ഇൻക്രീസ് വെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് കറക്റ്റ്. ഇത് രണ്ട് രീതിക്കുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് എഗെയിൻ ഈ ക്വസ്റ്റ്യനും ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. ദെൻ മാക്സിമം നമ്പർ ഓഫ് മെമ്പർ ഓഫ് എ പ്രൈവറ്റ് കമ്പനി 200. ആനുവൽ റിട്ടേൺ ഫയൽഡ് വിത്ത് ഡാഷ് ഇൻ ഫോം നമ്പർ MGT7 പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് കമ്പനീസ്. ആർക്കാണ് ഫയൽ ചെയ്യേണ്ടത്? രജിസ്ട്രാർ ഓഫ് കമ്പനിക്കാണ് ഫയൽ ചെയ്യേണ്ടത്. ദെൻ ജനറൽ മീറ്റിങ്ങിനെ കുറിച്ച് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഗിവിംഗ് നോട്ട് ലെസ് ദാൻ 21 days നോട്ടീസ്. കറക്റ്റ് അബൌട്ട് ജനറൽ മീറ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. 1 and 2 കറക്റ്റാണ്. ഗിവിംഗ് നോട്ടീസ് ലെസ് ദാൻ 21 days എന്നുള്ളത്. അതുപോലെ ആസ് പെർ പ്രൊവിഷൻ ഓഫ് 101 കമ്പനീസ് ആക്ട് 2013 ജനറൽ മീറ്റിംഗ് മേ ബി കോൾഡ് ആഫ്റ്റർ ഗിവിംഗ് ഷോർട്ട് നോട്ടീസ്. ഷോർട്ട് നോട്ടീസിലുള്ള ജനറൽ മീറ്റിംഗ് നമുക്ക് കണ്ടക്ട് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി ഷാൽ കോൺസ്റ്റിറ്റ്യൂട്ട് ഫ്രം ഓഡിറ്റേഴ്സ് ഓഫ് ദ കമ്പനി. കറക്റ്റ് ആൻസർ ബി. ദ എബോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്. നമ്മളുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്നാണ് നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റീനെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. 2 modes ഓഫ് വൈൻഡിങ് അപ്പ് ആസ് പെർ സെക്ഷൻ 270. സെക്ഷൻ 270 പ്രകാരം 2 മോഡാണുള്ളത്. മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ആൻഡ് ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. ദെൻ ഓവർ റൈഡിങ് പ്രിഫറൻഷ്യൽ പേയ്മെൻറ്റ്. Preferential payment as per section 327 of the company is applicable in the case of winding up of company. Winding up in the case ലാണ് അങ്ങനെ വരിക. Then which of the following statement are correct? Which of the following statement are correct? 57 correct answer C ആണ്. 2 and 3. The minimum number of director of a public company is 3. അതുപോലെ minimum number of director of a private company is 2. ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇനി 58 കറക്റ്റ് ആൻസർ നോക്കുക. നോർമലി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആർ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി. എവറി ലിസ്റ്റഡ് കമ്പനി ഷാൽ ഹാവ് അറ്റ്ലീസ്റ്റ് 1/3 ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ആസ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. കറക്റ്റ് ആൻസർ ബി ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്. Then as per section 132 of Companies Act, central government can constitute dash to provide matters relating to accounting and auditing standard. Accounting auditing standard ആയിട്ട് ബന്ധപ്പെട്ട് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി. Then a company which is formed for the promotion of commerce, art, science, sports, education, welfare etc. is no ഏത് സെക്ഷൻ ആണ് പറയുക? സെക്ഷൻ 8 of Companies Act. Then the centralized web-based complaint system redressal system of SEBI. SEBIയുടെ redressal system ആണ് SAT. Angel fund is created to invest in startup business. A company may issue bonus to shareholders out of കമ്പനിക്ക് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് എല്ലാത്തിനകത്തുനിന്നും ഫ്രീ റിസർവിൽ നിന്നും സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ നിന്നും ക്യാപിറ്റൽ റിഡംഷൻ റിസർവിൽ നിന്നും ഇഷ്യൂ ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് കമ്പനീസ് ആക്ട്? കമ്പനീസ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ എഗെയിൻ കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എഗെയിൻ ഓപ്ഷൻ ബി ആണ്. 1 and 2 are correct. Okay. Commercial bank collect check, demand draft, bills etc. on behalf of their customers as a part of their agency services. Then demutualization is a process by which members owned organization can become shareholder company. Demutualization is the term which is related with the stock exchange. Dash is a tool which helps to curb express volatility in the stock exchange. Correct answer circuit breakers. Listed companies can file appeal against orders of stock exchange in dash Securities Appellate Tribunal.
വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്? തേർഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. കൾച്ചറൽ ഫാക്ടേഴ്സ് കൺസിസ്റ്റ് ഓഫ് കൾച്ചർ, സബ് കൾച്ചർ ആൻഡ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി സോഷ്യൽ ക്ലാസ്. ദെൻ പിക്ക് ഔട്ട് ദ കറക്റ്റ് ഓപ്ഷൻ ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ. ഡൈമെൻഷൻസ് ഓഫ് പ്രൊഡക്റ്റ് മിക്സ്. ഡൈമെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിക്കോണം. ഈ പറഞ്ഞ എല്ലാം തന്നെ ഡൈമെൻഷനാണ്. വിച്ച് among the following statement is correct about investigation versus auditing? ഇൻവെസ്റ്റിഗേഷൻ വേഴ്സസ് ഓഡിറ്റിംഗ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യനും ക്യാൻസൽ ആക്കിയതാണ്. മൈനർ ഇൻകം ഈസ് ക്ലബ് ടു. കറക്റ്റ് ആൻസർ ഫാദർ ഓർ മദർ ഇൻകം വിച്ച് എവർ ഈസ് ഗ്രേറ്റർ. വിച്ച് ഓഫ് ദ സപ്പോർട്ടിംഗ് വൗച്ചർ ഈസ് നീഡഡ് ടു വൗച്ച് റെസീപ്റ്റ് ഫ്രം ബിൽസ് റിസീവബിൾ. ഡെപ്റ്റേഴ്സ് എക്സ്പ്ലനേഷൻ ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് ഡെപ്റ്റ്. Out of which income deduction under 80G is not allowed? Deduction under 80G. Short term capital gain. 71. Towards the end of the stage. അവിടെ നിന്ന് നമുക്ക് towards the end of this stage, price of product begins to fall. Maturity. Which of the statement is not true about audit working purpose? Audit working purpose ആയിട്ട് it only maintain name, nature, board of director. Non-speculative business discontinue in the previous year. The brought forward loss can be set off against income from business. Among the following, which of these is an example of pull marketing strategy? Pull marketing strategy, media coverage. A super senior citizen എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇതിനകത്ത് 85 ഇയേഴ്സ് ആകുന്ന ആളെയാണ് നമ്മൾ എ സൂപ്പർ സീനിയർ സിറ്റിസൺ ഷാൽ ബി ദാറ്റ് ഇൻഡിവിജ്വൽ ഫോർ ദ പർപ്പസ് ഓഫ് ഇൻകം ടാക്സ് ഏജ് ഈസ് മോർ ദാൻ 80 ഇയേഴ്സ്. ഹു ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ? മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ കൊണ്ടുവന്നത് സ്മിത്ത്, വെണ്ടൽ ആർ സ്മിത്ത് ആണ്. വിച്ച് വൺ ഈസ് നോട്ട് റിലേറ്റഡ് ടു ഓഡിറ്റിംഗ്? ഓഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെടാത്ത ഏതാണ്? ട്രയൽ ബാലൻസ് ആണ്. Interest credited to RPF is exempt to 9.5%. Concealment of shortage by delaying recording cash receipt is known as lapping. Dividing buyers into groups based on their knowledge, attitude, etc. are known as behavioral segmentation. Principle of auditing professional ethics are. Principle of auditing professional ethics are code of conduct and professional ethics of auditors. Areas of rent received during the previous year 1 lakh. From this amount of deduction allowed is 30,000. കാരണം 30% ആണ്. പ്രിൻസിപ്പൾ ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിങ്ങിൻ്റെ പ്രിൻസിപ്പൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ടു റിപ്പോർട്ട് ടു മാനേജ്മെൻറ്റ് വെദർ ട്രയൽ ബാലൻസ് എക്സിബിറ്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ. ഫ്രം ദ ഫോളോവിങ് വിച്ച് ഈസ് ആൻ അഡ്മിസിബിൾ എക്സ്പെൻസ്? ഇൻകം ടാക്സിൽ അഡ്മിസിബിൾ എക്സ്പെൻസ് ഏതാണ്? എക്സ്പെൻസ് ഓൺ അസസ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്. വിച്ച് ഓഫ് ദീസ് കമ്പനീസ് യൂസസ് ടാഗ് ലൈൻ തിങ്ക് ഡിഫറെൻറ്റ്? തിങ്ക് ഡിഫറെൻ്റ് എന്ന് പറയുന്ന ടാഗ് ലൈൻ ഉള്ളത് ആപ്പിൾ. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ ആക്ഷൻ പ്ലാൻ. ദെൻ ക്യാപിറ്റൽ ഗെയിൻ ഡിപ്രീസിയേറ്റഡ് അസറ്റ് വിൽ ഓൾവേസ് എങ്ങനെയാണ്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ ഓൺ ഡിപ്രീസിയേറ്റഡ് അസറ്റ്. ഡിപ്രീസിയേഷൻ ഉള്ള അസറ്റ് എപ്പോഴും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. വിച്ച് among the following is not correct about modern marketing? മോഡേൺ മാർക്കറ്റിങ്ങിൽ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് പ്രൊഡ്യൂസർ ഓറിയൻറ്റഡ് ആണെന്നുള്ളത്. ഇൻകം ഫ്രം സബ്ലെറ്റിംഗ് ഓഫ് ഹൗസ് ഈസ് ടാക്സബിൾ അണ്ടർ ഇൻകം ഫ്രം അതർ സോഴ്സ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് പ്രൊമോഷൻ മിക്സ്? അഡ്വർടൈസ്മെൻറ്റ്, പേഴ്സണൽ സെല്ലിങ്, സെയിൽസ് പ്രൊമോഷൻ, പബ്ലിക് റിലേഷൻ ഒക്കെ അതെ, ബ്രാൻഡിങ് അല്ല. ലോൺ അഗെയിൻസ്റ്റ് സെക്യൂരിറ്റി ഓഫ് ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി ആർ വേരിഫൈഡ് ഫ്രം ഓപ്ഷൻ ഡി മോർഗേജ് ഡീഡ്. വിച്ച് ഓഫ് ദിസ് ഈസ് ട്രൂ അബൌട്ട് സെക്ഷൻ 80D? 80Dയിൽ ട്രൂ എന്താണ്? മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയമാണ് 80D. Among the option given, which of these cannot be considered as the role that customers play in buying decision?
കറക്റ്റ് ആൻസർ സ്റ്റോക്കറായിട്ട് കസ്റ്റമർ ആക്ട് ചെയ്യാറില്ല. Then which of these cannot be considered as an objective of internal control system? Asset not to be verified, mere recording is enough. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ. വലിയൊരു ലെങ്തി വീഡിയോ ആയിരുന്നു. അപ്പോൾ എന്നാലും കൂടുതൽ ക്ലാസ്സുകളായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്